വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ആദ്യം കാണിക്കുന്നത് ഹോട്ടൽ റൂമിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്ന ബാലചന്ദ്രനെയും പെൺകുട്ടിയെയുമാണ്. ബാലചന്ദ്രൻ പറയുകയാണ്, അതെ, ഇനിയും വൈകിയാൽ നിന്നെ ഹോസ്റ്റൽ റൂമിലേക്ക് കയറ്റില്ല. അത്രയും പറഞ്ഞ് വണ്ടി എടുക്കുകയാണ് ബാലചന്ദ്രൻ. അന്നേരം ആ പെൺകുട്ടിക്കൊരു കോൾ വരികയാണ്. അന്നേരം ബാലചന്ദ്രനെ കണ്ട് കമലൻ പറയുകയാണ്, ദേണ്ട ആശാനെ, ആ ബാലചന്ദ്രൻ. വിക്കി വിഷ്ണു പറയുകയാണ്, അതേടാ, അതാ ബാലചന്ദ്രൻ തന്നെ. അവന്റെ കൂടെ ഏതാ ഒരു പെണ്ണ്. ഹസൻ പറയുകയാണ്, ആശാന് മനസ്സിലായില്ലേ, ഇത് കേസ് വേറെയാണ്. അവൻ സന്തോഷിക്കാൻ കൊണ്ടുവന്ന വേറെ ഏതോ ഒരു കേസാണത്. തിരിച്ചുകൊണ്ട് വിഷ്ണു പറയുക, ആണോ, എങ്കിൽ ഞാനത് ശരിയാക്കി തരാം. ആശാൻ എന്ത് ചെയ്യാൻ പോകുകയെന്ന് ദാസൻ ചോദിക്കുമ്പോൾ ഫോൺ എടുത്ത് വിഷ്ണു പറയുകയാണ്, നമുക്കൊരു വീഡിയോ എടുക്കാം. തെളിവല്ലേ ഇതൊക്കെയെന്നും പറഞ്ഞ് ക്യാമറ ഓണാക്കുകയാണ് വിഷ്ണു. പക്ഷെ ക്യാമറ ഓണാക്കുമ്പോൾ വിഷ്ണുവിനെ തന്നെ കാണുകയാണ്. എടാ, ദേണ്ട ഒരു മീശ എന്ന് പറയുമ്പോൾ കമലൻ പറഞ്ഞു കൊടുക്കുകയാണ്, ആശാനെ അത് സെൽഫിയാണ്, തിരിച്ചു പിടിക്കുക. അതിനുശേഷം ബാലചന്ദ്രന്റെ വീഡിയോ എടുക്കുകയാണ് വിഷ്ണു. ബാലചന്ദ്രൻ പറയുകയാണ്, മതി, ഫോൺ സംസാരമൊക്കെ നിർത്തിയാക്ക്. ഇനിയും മതിയാക്കിയില്ലെങ്കിലേ നിന്നെ ഹോസ്റ്റലിലേക്ക് കയറ്റില്ല. അന്നേരം ഫോൺ വെച്ച് ബാലചന്ദ്രന്റെ ബൈക്കിലേക്ക് കയറുകയാണ് ആ കുട്ടി. ഇതൊക്കെ വീഡിയോയിൽ പകർത്തുകയാണ് വിഷ്ണു പറയുകയാണ്, മതിയെടാ, ഇതു മതി. ദാസൻ ചോദിക്കുകയാണ്, അതിനിപ്പോ ഇത് വെച്ച് ആശാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്. അതൊക്കെ ഉണ്ട്, നീ വണ്ടി കാണിച്ചു തരാം. വിഷ്ണുവിന്റെ പോക്കറ്റിൽ നിന്നും ചാവിയെടുത്ത് വണ്ടി എടുക്കുകയാണ് ദാസൻ. അന്നേരം കുടുംബശ്രീ വീട്ടിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ് ശാരദാമ്മ. കൂടെ അടുത്ത് തന്നെ ശ്യാമയും ശാരികയും നിൽപ്പുണ്ട്. നേരം എല്ലാവരെയും നോക്കിയിട്ട് ശാലിനി ചോദിക്കുകയാണ്, എന്താ എല്ലാവരുടെയും മുഖത്തൊരു വല്ലായ്മ, ഇതേ ശോക സീനാണല്ലോ. ശാരദാമ്മ ചോദിക്കുകയാണ്, കൊള്ളാം, പിന്നെ സന്തോഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശാലിനി ചോദിക്കുകയാണ്, എന്തു പറ്റി, എന്താ ഇവിടെ സന്തോഷിക്കാൻ പറ്റാത്തൊരു കാര്യം, അത് പറഞ്ഞേ കേൾക്കട്ടെ. ദേഷ്യപ്പെട്ട് ശാരദാമ്മ ചോദിക്കുകയാണ്, ഇനിയിപ്പോ എന്ത് സംഭവിക്കാൻ, സാധാരണ ഒരു വീട്ടുമുറ്റത്ത് നടക്കുന്ന സംഭവങ്ങളാണോ ഇന്നിവിടെ രാവിലെ ഉണ്ടായത്. പോട്ടെ, അതൊക്കെ ആ ചെറുക്കന്റെ വിവരദോഷം കൊണ്ടാണെന്ന് വയ്ക്കാം. പക്ഷേ മറ്റന്നാൾ കല്യാണമാണെന്ന് പറഞ്ഞപ്പോൾ, ഗോപാലേട്ടൻ പറഞ്ഞപ്പോൾ നീ എന്തിനാണ് അതിന് സമ്മതം മൂളിയത്. എന്താലോചിച്ചിട്ടെന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, അതിനിപ്പോ എന്താ ഒരു കുഴപ്പം. കുന്തം, എടി, ഇതൊരു കല്യാണമാണ്, ദൈവങ്ങൾ സാക്ഷിയാകേണ്ട ഒരു മുഹൂർത്തം. കല്യാണം ആര് തമ്മിലോ ആയിക്കൊള്ളട്ടെ, ആടിനെ പശുവിന് പിടിച്ചു കൊടുക്കുന്ന പോലെയാണോ ഇതിപ്പോൾ. എടി, അതിന് തീയതിയും മുഹൂർത്തവും ഒക്കെ നോക്കണ്ടേ, എങ്കിലല്ലേ അത് പവിത്രമാവൂ. ഇതൊക്കെ കേട്ട് ശാലിനി പറയുകയാണ്, അതൊക്കെ എനിക്ക് അറിയാം അമ്മേ. ഇവ നിഷേധിയൊന്നും അല്ല ഞാൻ നല്ല ഒന്നാന്തരം വിശ്വാസി തന്നെയാണ്. പക്ഷെ മുഹൂർത്തം പോലും കുറിക്കാതെ എത്രയും പെട്ടെന്ന് ഈ കല്യാണം നടക്കട്ടെ എന്ന് പറയാൻ കാരണം എനിക്ക് ഒന്നേ ഉള്ളൂ. അത് ആ റബ്ബർ എസ്റ്റേറ്റ് മാനേജർ എന്ന പ്രശ്നക്കാരൻ തന്നെയാണ്. അതേസമയം ശാരദാമ്മയുടെ വീടിന്റെ ഗേറ്റിന് മുൻപിലെത്തുകയാണ് ദാസനും വിഷ്ണുവും. ദാസൻ ചോദിക്കുകയാണ്, എന്നോട് ഇവിടെയാണോ കൊണ്ടുവരാൻ പറഞ്ഞത്. അതെ, ഇറങ്ങടാന്ന് വിഷ്ണു പറയുമ്പോൾ ദാസൻ ചോദിക്കുകയാണ്, ഇവിടെ എന്താ ആശാനെ കാര്യം, ഹോട്ടലാണെങ്കിൽ അടച്ചു. ചായ കുടിക്കാനാണെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഹോട്ടലിലേക്ക് എന്ന് ദാസൻ പറഞ്ഞു തീരുന്ന മുമ്പേ വിഷ്ണു ദേഷ്യപ്പെടുകയാണ്. നിന്നോട് ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങിയാൽ മതി, കേട്ടല്ലോ. എന്റെ ആശാനി രാത്രിയിൽ ഇതെന്ത് ഭാവിച്ചാണ്, അതും ഈ കണ്ടീഷനിൽ. ആ ബാലചന്ദ്രൻ ആരാണെന്ന് ശാലിനിക്ക് കാണിച്ചു കൊടുക്കണം. മൊബൈലെടുത്ത് വിഷ്ണു പറയുകയാണ്, എന്റെ കയ്യിൽ തെളിവുണ്ടല്ലോ, തെളിവടക്കം അവൾക്ക് കാണിച്ചു കൊടുക്കണം. അതൊന്നും വേണ്ട ആശാനെ, അത് നമുക്ക് നാളെ ആകാമെന്ന് ദാസൻ പറയുമ്പോൾ വിഷ്ണു പറയുകയാണ്, അത് പോരാ, നീ ഇറങ്ങിക്കേ, എന്റെ കണ്ടീഷനൊന്നും ഒരു കുഴപ്പവുമില്ല. എടാ, ഇത് ഇപ്പൊ പറയാൻ പറ്റിയില്ലെങ്കിലേ വൈകി പോകുമെന്ന് പറഞ്ഞ് ബുള്ളറ്റിൽ നിന്നും ചാടി ഇറങ്ങുകയാണ് വിഷ്ണു. പിന്നെ ചിലപ്പോൾ എനിക്കിത് ഒരിക്കലും പറയാൻ പറ്റിയില്ലെന്ന് വരും. ഞാൻ മനസ്സിൽ കൊണ്ടു നടന്ന പെണ്ണാണവള്, അവളൊരു ആപത്തിൽപ്പെടാൻ പാടില്ല. എനിക്കവളോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയണം. ആദർശധീരനും സൽഗുണസമ്പന്നനുമായ ഒരു ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ് ആഞ്ഞു തുപ്പുകയാണ് വിഷ്ണു. ബാലചന്ദ്രൻ അവന്റെ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഗേറ്റിൽ പിടിച്ചുകൊണ്ട് ശാലിനി എന്ന് വിളിക്കുകയാണ് വിഷ്ണു. വേണ്ട ആശാനെന്ന് പറഞ്ഞ് ദാസൻ പുറകോട്ട് വലിക്കുകയാണ് വിഷ്ണുവിനെ. അന്നേരമകത്ത് ശ്യാമ ചോദിക്കുകയാണ്, അതെന്താ കുഞ്ഞേച്ചി, അയാൾ കാരണം കല്യാണം നേരത്തെയാക്കുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. അതിന് ശാലിനി മറുപടി പറയുകയാണ്, എന്റെ കല്യാണം ഏതു വിധേനയും മുടക്കാനാണിടി ആ എസ്റ്റേറ്റ് മാനേജർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കക്കാരനുമായിട്ടുള്ള ആലോചനയിൽ തന്നെ അത് തെളിഞ്ഞതാണ്. പിന്നീട് ബാലചന്ദ്രനുമായി വിവാഹം ആലോചിക്കുന്നു എന്നറിഞ്ഞ് അത് മുടക്കാൻ വേണ്ടിയും അയാളെ മുറ്റത്തേക്ക് കയറി വന്നു. എന്റെ കഴുത്തിലൊരു താലി വീഴുന്നത് വരെ ആ ശല്യം തുടർന്നുകൊണ്ടേയിരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ എന്നുള്ള ധൈര്യവും. ഏട്ടന്റെ സ്ഥാനത്തുള്ള അർജുനേട്ടൻ പോലും നമ്മെ കൈയൊഴിഞ്ഞു പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ എസ്റ്റേറ്റ് മാനേജറുടെ ശല്യം എന്നേക്കുമായി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഉടനെ തന്നെ കല്യാണം വേണമെന്ന് ഞാൻ സമ്മതിച്ചത്. അതേസമയം പുറത്തുനിന്നും വിഷ്ണു വിളിക്കുകയാണ്, ശാലിനി, ശാരദാമ്മയെന്നൊക്കെ. ഇത് കേൾക്കുകയാണ് ശാലിനി. പേടിച്ച് ശ്യാമ പറയുകയാണ്, എന്റെ ദൈവമേ, അയാളുടെ ശബ്ദമല്ലേ അത്, ആ എസ്റ്റേറ്റ് മാനേജറുടെ. പുറത്തുനിന്ന് കൂവി വിളിക്കുകയാണ് അന്നേരം വിഷ്ണു. ശാലിനി പറയുകയാണ്, നോക്കിക്കോ, ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ടേ ഞാൻ അയാളെ വിടൂ.
നേരം ദാസൻ പറയുകയാണ്, ആശാനെ നമുക്ക് പോവാം, അവർ പുറത്തേക്ക് വന്നാൽ സീനാകും. വിഷ്ണു ചോദിക്കുകയാണ്, എനിക്ക് സത്യം പറയണ്ടേ, നിനക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാകില്ലേ? എടാ, അവൾ ആ വൃത്തികെട്ട ബാലചന്ദ്രനെ കുറിച്ചുള്ള സത്യം മനസ്സിലാക്കിയേ പറ്റൂ. അതെന്താ മനസ്സിലാക്കാത്തത് നീ എന്ന് പറഞ്ഞ് വീണ്ടും അകത്തേക്ക് നോക്കി ശാലിനി എന്ന് വിളിക്കുകയാണ് വിഷ്ണു. അതേസമയം അകത്തേക്ക് പോയ ശാലിനി വെട്ടുകത്തിയുമായി വരികയാണ്. ഇത് കണ്ട് പരിഭ്രമിച്ച് മോളെന്ന് വിളിച്ച് ശാരദാമ്മയും പുറത്തേക്ക് പോവുകയാണ്. പുറത്തേക്ക് വന്ന ശാലിനി വെട്ടുകത്തി പുറകിൽ ഒളിപ്പിച്ച് വിഷ്ണുവിനോട് ചോദിക്കുകയാണ്, എന്താ നിങ്ങൾക്ക് വേണ്ടത്? വിഷ്ണു പറയാൻ തുടങ്ങിയാണ്, അത് ശാലിനി, അതാ ഞാൻ ഇങ്ങോട്ട് എന്ന് പറയുമ്പോൾ ശാലിനി പറയുകയാണ്, നിക്ക്, അവിടെ നിന്ന് പറഞ്ഞാൽ മതി, മുന്നോട്ട് വരരുത്, ഇനി പറയ്, എന്ത് സത്യമാണ്? മദ്യത്തിന്റെ സ്മെല്ലടിച്ച് ശാലിനി ചോദിക്കുകയാണ്, ഇയാൾ കുടിച്ചിട്ടുണ്ടല്ലേ? കുറച്ചെന്ന് പറയുകയാണ് വിഷ്ണു. ശാലിനി ചോദിക്കുകയാണ്, കുറച്ച്? ഇങ്ങനെയാണോ രാത്രി പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന സ്ഥലത്തേക്ക് കയറി വരുന്നത്? നേരം വിഷ്ണു ചോദിക്കുകയാണ്, അതിന് ഞാൻ അപമര്യാദയായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ലല്ലോ ശാരദാമ്മയെന്ന് പറയുമ്പോൾ വെട്ടുകത്തി കാണിച്ച് ശാലിനി പറയുകയാണ്, പറഞ്ഞു നോക്ക്, അപ്പോൾ താൻ വിവരമറിയും. തൽക്കാലം ഇയാൾ പോകാൻ നോക്ക്. പോകാൻ എന്ന് പറയുകയാണ് ശാലിനി. വിഷ്ണു പറയുകയാണ്, ഞാൻ പോകാം, പക്ഷെ 1 മിനിറ്റ് 1 സെക്കൻഡ് അത് മതിയെന്നും പറഞ്ഞ് ഫോൺ ഓണാക്കുകയാണ് വിഷ്ണു. ബാലചന്ദ്രന്റെ വീഡിയോ കാട്ടി വിഷ്ണു പറയുകയാണ്, ഇതാണ് നീ എന്നോട് പകല് പറഞ്ഞ സൽസ്വഭാവിയായ ബാലചന്ദ്രന്റെ യഥാർത്ഥ മുഖം. വീഡിയോ കാണിച്ച് വിഷ്ണു പറയുകയാണ്, അവനെ കള്ളുകുടി മാത്രമല്ല സകലമാന ഉഡായിപ്പുകളും ഉണ്ട്. എന്നിട്ട് ഫോൺ ശാരദാമ്മയ്ക്ക് നേരെയും നീട്ടി പറയുകയാണ്, ദേ ശാരദാമ്മയും കാണ്, നീ വ്യക്തമായിട്ട് നോക്ക്. ബാർ ഹോട്ടലിൽ നിന്നും ഇറങ്ങി വരികയാണ് അവൻ, തോളെ തൂങ്ങിയ ഒരു പെണ്ണും. ആ പെണ്ണാണെങ്കിൽ ഒരു പിഴച്ച പെണ്ണാണെന്ന് പതിയെ പറയുകയാണ് വിഷ്ണു. അവന് പറ്റിയ കൂട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നോക്ക് എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ് വിഷ്ണു. നോക്ക്, ഇയാളുടെ രക്ഷകനാണിത്, സാക്ഷാൽ ബാലചന്ദ്രൻ എന്ന 4-കിട എന്ന് വിഷ്ണു പറഞ്ഞു നിർത്തുമ്പോൾ കൈയുയർത്തി ശാലിനി പറയുകയാണ്, നിർത്ത്. ഏതോ ഒരു ചെറുപ്പക്കാരന്റെ വീഡിയോ എടുത്ത് അത് ബാലചന്ദ്രനാണെന്നും പറഞ്ഞ് വന്നിരിക്കുകയാണോ താൻ? വിഷ്ണു ചോദിക്കുകയാണ്, ഏതോ ഒരു ചെറുപ്പക്കാരനോ? നിനക്കിത് ബാലചന്ദ്രനാണെന്ന് മനസ്സിലായില്ലേ? ദേഷ്യപ്പെട്ട് ശാലിനി പറയുകയാണ്, ദേ, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. തന്നേക്കാൾ വൃത്തികെട്ട ഒരാളിനെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ബാലചന്ദ്രൻ കള്ളുകുടിയനാണ് പോലും. ഇയാൾ എന്താ കുടിച്ചിരിക്കുന്നത്? അമൃതോ? പിന്നെ താൻ പറഞ്ഞല്ലോ ബാലചന്ദ്രന്റെ യഥാർത്ഥ മുഖം കാണിച്ചു തരാമെന്ന്. ഇതിലെവിടെയാ മുഖം? താനൊന്ന് കാണിച്ചു തന്നേ. മുഖമില്ലേ? അതെന്താ മുഖമില്ലാത്തെന്നും പറഞ്ഞ് വീഡിയോ നോക്കുകയാണ് വിഷ്ണു. എന്നിട്ട് ദാസിനോട് പറയുകയാണ്, അയ്യോ, ദേ ഹെൽമറ്റ് വെച്ചിരിക്കുന്നടാ, ഹെൽമറ്റ്. ശാലിനി പറയുകയാണ്, ദേ, എന്റെ കല്യാണം മുടക്കാൻ വേണ്ടി ഈ ജാതി ഉഡായിപ്പുകളുമായിട്ട് മേലാൽ ഈ പടി കയറരുത്, മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ദാസനും പറയുകയാണ്, അത് സത്യമായിട്ടും ബാലചന്ദ്രൻ തന്നെയാണ്, ഞാനും കണ്ടതാണ്. ശാലിനി ദാസിനോട് ചോദിക്കുകയാണ്, ഇയാൾക്കിതിന് എങ്ങനെയാ ശമ്പളം? മാസക്കൂലിയോ അതോ ദിവസക്കൂലിയോ? എന്തിനെന്ന് ദാസൻ ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, അല്ല, ഇങ്ങനെ കല്ല് വെച്ചുള്ള നുണ പറയാനേ. അന്നേരം വിഷ്ണു പറയുകയാണ്, സത്യമായിട്ടും ഇത് ബാലചന്ദ്രനാണ്. കണ്ടില്ലേടാന്ന് ദാസിനോട് ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, അയാളും കാണും, എപ്പോഴും വാലായിട്ട് തൻ്റെ കൂടെ നടക്കുന്നതല്ലേ. ഞാൻ പറയുന്നത് ഏറ്റുപറയൂ. വിഷ്ണു പറയാണ്, അല്ല, ശാലിനി എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷേ അവൻ ആ ബാലചന്ദ്രനെ മാത്രം കല്യാണം കഴിക്കരുത് പ്ലീസ് എന്ന് പറയുകയാണ് വിഷ്ണു. വീണ്ടും ദേഷ്യപ്പെട്ട് ശാലിനി ചോദിക്കുകയാണ്, അത് പറയാൻ ഇയാൾ എൻ്റെ ആരാണ്? പറയടോ, പലതവണ ചോദിച്ചതാണ് ഞാൻ ഈ ചോദ്യം. തലയ്ക്ക് ബോധമില്ലാത്തപ്പോഴെങ്കിലും അതിനൊരു ഉത്തരം താ, ഞാൻ കേൾക്കട്ടെ. ഞാൻ ആരാ എൻ്റെ എന്ന് ചോദിക്കുകയാണ് വിഷ്ണുവിനോട് തുടരെ ശാലിനി. ഉത്തരമില്ലാതെ വിഷമിച്ചു നിൽക്കുകയാണ് വിഷ്ണു. അന്നേരം ശാലിനി പറയുകയാണ്, ആരുമല്ല, എനിക്കിഷ്ടമുള്ള ആളിനെ ഞാൻ കല്യാണം കഴിക്കും, ബാലചന്ദ്രനെങ്കിൽ ബാലചന്ദ്രൻ, മനസ്സിലായോ തനിക്ക്? കരഞ്ഞുകൊണ്ട് വിഷ്ണു പറയുകയാണ്, ശാലിനി, ഞാൻ നിന്നെ പ്രാണനെ പോലെ സ്നേഹിച്ചു എന്ന് പറയുമ്പോഴേക്കും കൈയുയർത്തി ശാലിനി പറയുകയാണ്, മതി. ശരി, താൻ എന്നെ പ്രാണനെ പോലെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് താനൊരു ഉപകാരം ചെയ്തു തരണം. ഒരേ ഒരു ഉപകാരം, അതെന്താണെന്ന് ശ്രദ്ധിക്കുകയാണ് വിഷ്ണു. പ്രേമമെന്ന് പറഞ്ഞ് ഇനി എന്നെ വന്ന് ശല്യപ്പെടുത്താതെ താൻ വേറൊരു പെണ്ണിനെ പോയി കല്യാണം കഴിക്കുക. ഇനി ഇങ്ങോട്ടത്തേക്ക് വരരുത്. അതിനുശേഷം ശാരദാമ്മയോട് ശാലിനി പറയുകയാണ്, എല്ലാവരും അകത്തേക്ക് കയറ്. എന്നിട്ട് വിഷ്ണുവിനോട് പറയുകയാണ്, ദയവ് ചെയ്ത് എൻ്റെ കൺമുന്നിൽ നിന്നും മേലാൻ എനിക്ക് നിങ്ങളെ കാണണ്ട എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവുകയാണ് ശാലിനിയും. ശാലിനി കയറി കടയ്ക്കുന്നത് സങ്കടത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് വിഷ്ണു. അടഞ്ഞ വാതിലിലേക്ക് നോക്കി വിഷ്ണു സങ്കടപ്പെട്ടു നിൽക്കുമ്പോൾ ദാസൻ പറയുകയാണ്, വാ ആശാനെ, നമുക്ക് പോകാം. ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങോട്ടത്തേക്ക് വരണ്ടാന്ന്. ഈ കള്ളു കുടിച്ചിട്ട് പറയുന്നത് സത്യമാണെങ്കിലും അതിനൊരു വിലയും ഉണ്ടാകില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആശാനെന്നും പറഞ്ഞ് വിഷ്ണുവിനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ദാസൻ. ഗേറ്റിലെത്തിയിട്ടും തിരിഞ്ഞ് ശാരദാമ്മയുടെ വീട്ടിലേക്ക് നോക്കുകയാണ് വിഷ്ണു. എന്നിട്ടും ശാലിനി പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുന്നു വിഷ്ണു. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീടിന്റെ മുറ്റത്തു നിന്ന് ഫോൺ ചെയ്യുന്ന പ്രീതിയാണ്. അന്നേരം വിഷ്ണുവിനെയും കൊണ്ട് ബുള്ളറ്റിലെത്തുകയാണ് ദാസൻ. വീടെത്തി ആശാനെ ഇറങ്ങെന്ന് പറയുമ്പോൾ വിഷ്ണു ചോദിക്കുകയാണ്, ഇറങ്ങ്, എന്തിന്? വണ്ടി വിട്ടു പോടാ. ഈ സംസാരമൊക്കെ അന്നേരം ശ്രദ്ധിക്കുകയാണ് പ്രീതി. ദാസൻ പറയുകയാണ്, വീടെത്തി ആശാനെ, ഇനി വണ്ടി പോകില്ല. വീടോ? ആരുടെ വീടെന്ന് ചോദിക്കുകയാണ് വിഷ്ണു.
ആശാന്റെ വീട് തന്നെയെന്ന് ദാസൻ പറയുമ്പോൾ വിഷ്ണു ചോദിക്കുകയാണ്, അതിന് നിന്നെ ആശാമാരൊന്നും പഠിപ്പിച്ചിട്ടില്ലല്ലോ. എന്റെ പൊന്നാശാനെ, വിഷ്ണു ആശാനെ, ഇത് വിഷ്ണു ആശാന്റെ വീടാണെന്ന്. എന്റെ വീടോ? എനിക്കെവിടാടാ വീട്? എന്റെ എല്ലാം പോയില്ലേ, വീടും പെണ്ണും എല്ലാം എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ് വിഷ്ണു. ബുള്ളറ്റിലിരുന്ന് ദാസനെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയുകയാണ് വിഷ്ണു. ദാസൻ പറയുകയാണ്, എന്റെ പൊന്നാശാനെ ഒന്നിറങ്ങ്. അവന്റെ ഒരു ആശാൻ അടിയെന്നും പറഞ്ഞ് ദാസനെ അടിക്കാനോങ്ങിയിട്ട് പതുക്കെ ബുള്ളറ്റിൽ നിന്നും ഇറങ്ങുകയാണ് വിഷ്ണു. താക്കോല് കൊടുത്തിട്ട് ദാസൻ പറയുകയാണ്, ദേ ഇത് ഗേറ്റിന്റെ താക്കോലാണ്. ആശാൻ ഇനി മുൻവാതിലൂടെയല്ല പിൻവാതിലൂടെ വേണം അകത്തേക്ക് കയറാൻ. ദാസന്റെ കവിളിലേക്ക് ഒരു കൊട്ടു കൊടുത്തിട്ട് വിഷ്ണു ചോദിക്കുകയാണ്, അതെന്താടാ എനിക്ക് മുൻവാതിലൂടെ അകത്തേക്ക് കയറിയാൽ എല്ലാം കുഴയും. ആശാന്റെ കണ്ടീഷൻ ഇപ്പോൾ ഒത്തിരി മോശമാണ്. ആരുടെ കണ്ടീഷൻ എന്ന് വീണ്ടും വിഷ്ണു ചോദിക്കുമ്പോൾ ദാസൻ പറയുകയാണ്, ആശാന്റെ കണ്ടീഷൻ തന്നെ. സത്യാമ്മ ഇത് കണ്ടാൽ കുഴപ്പമാകും. അതെന്താടാ സത്യാമ്മ കണ്ടാൽ കുഴപ്പം എന്ന് പറഞ്ഞ് അകത്തേക്ക് നോക്കി അമ്മയെ ഉറക്കെ വിളിക്കുകയാണ് വിഷ്ണു. എനിക്ക് എൻ്റെ അമ്മയെ പേടിയൊന്നുമില്ല. ഇപ്പോൾ തന്നെ ഞാൻ അമ്മയോട് എല്ലാം തുറന്നു പറയാൻ പോവുകയാണ്. ആദ്യമേ തന്നെ അമ്മയോട് ഇതെല്ലാം പറഞ്ഞിരുന്നെങ്കിൽ ഈ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നോ? മനസ്സിലായോ എന്ന് പറഞ്ഞ് മുന്നോട്ട് നടന്ന് അമ്മയെന്ന് വീണ്ടും വിളിക്കുകയാണ് വിഷ്ണു. ആശാനെ നിൽക്കെന്നും പറഞ്ഞ് ദാസൻ കയറി പിടിക്കുമ്പോൾ ദാസനെ തള്ളി മാറ്റി വിഷ്ണു ദേഷ്യപ്പെടുകയാണ്, പോടാ എൻ്റെ മുൻപിൽ നിന്നും. എനിക്ക് എൻ്റെ അമ്മയോട് എല്ലാം പറയണം. ഞാൻ എന്ത് ചെയ്താലും ക്ഷമിക്കുന്ന ആളാണ് എൻ്റെ അമ്മ. ആ അമ്മയോടാണ് ഞാൻ ഈ തെറ്റൊക്കെ ചെയ്തത്. അറിയുമോ നിനക്കൊന്നും അതൊന്നും അറിയില്ല. ഞാൻ എന്തിനാ ഇതെല്ലാം അമ്മയോട് മറച്ചു വെച്ചത്? അതൊക്കെ തെറ്റായി പോയടാ. എനിക്ക് എൻ്റെ അമ്മയോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും അമ്മയെന്ന് ഉറക്കെ വിളിക്കുകയാണ് വിഷ്ണു. ഇതൊക്കെ കണ്ട് അടുത്തേക്ക് വന്ന് പ്രീതി ചോദിക്കുകയാണ്, എന്താ ഇതൊക്കെ കാണിക്കുന്നത്? നേരം പ്രീതിയെ പിടിച്ച് പ്രീതി എന്നും പറഞ്ഞ് കരയുകയാണ് വിഷ്ണു. ദാസൻ പറയുകയാണ്, പ്രീതി മോളെ, ആശാൻ ശകലം കുടിച്ചുപോയി. സങ്കടപ്പെട്ട് പ്രീതി ചോദിക്കുകയാണ്, ഇതാണോ ശകലം? കൊള്ളാം, നന്നായിട്ടുണ്ട്. സത്യം പറ, ദാസനാണോ ഏട്ടനെ കൊണ്ടുപോയി കുടിപ്പിച്ചത്? ഇതൊക്കെ ദാസന്റെ ശീലമാണല്ലോ. ദാസൻ പറയുകയാണ്, അയ്യോ സത്യമായിട്ട് ഞാനല്ല. ഞാൻ വേണ്ട എന്ന് പലവട്ടം പറഞ്ഞതാണ്. പക്ഷെ അപ്പോഴേക്കും ബാറിൽ പോയേ പറ്റൂ എന്നുള്ള നിർബന്ധം. പതിവില്ലാത്ത ശീലമല്ലേ. എന്നാൽ 1-2 പെഗിൽ നിർത്താൻ പറഞ്ഞാൽ അത് കേൾക്കുമോ? കേൾക്കത്തുമില്ല. മനസ്സിലെ സങ്കടം തീർക്കാനാണെന്നും പറഞ്ഞ് ബോധം കെടും വരെ ഒരേ കുടിയായിരുന്നു. കളിയാക്കി പ്രീതി പറയുകയാണ്, കൊള്ളാം, അതെനിക്ക് ശരിക്കും ബോധിച്ചു. കുടിച്ചു കഴിഞ്ഞാൽ മനസ്സിന്റെ സങ്കടങ്ങളൊക്കെ ഒലിച്ചു പോകുമോ? പ്രശ്നങ്ങളൊക്കെ ഒഴിഞ്ഞു മാറുമോ? എങ്കിൽ പിന്നെ കുറച്ച് എനിക്കും കൂടി താ. നമുക്ക് 3 പേർക്കും കൂടി കുടിച്ചിട്ട് സങ്കടങ്ങൾ മുഴുവൻ വിസ്തരിക്കാം അമ്മയോട്. അന്നേരം വീണ്ടും പ്രീതി എന്നും പറഞ്ഞ് കരയുകയാണ് വിഷ്ണു. ദാസൻ പറയുകയാണ്, ആശാനെന്ന് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായി പ്രീതി മോളെ. ശാലിനി കൊച്ചി എന്ന് പറഞ്ഞ് ദാസൻ പറയാൻ തുടങ്ങുമ്പോൾ അത് മിണ്ടരുത് എന്ന് പറഞ്ഞ് ദാസനെ തടയുകയാണ് വിഷ്ണു. ദേ എന്റെ കാര്യം ഞാൻ പറയും. നീ ആരാടാ പുല്ലേ എന്റെ കാര്യം പറയാൻ? നീ എന്റെ വക്കീലാണോ? പ്രീതി മോളെ, ഞാൻ കുറച്ചു മുമ്പ് ശാലിനിയെ കണ്ടിരുന്നോ? എവിടെ വെച്ച് എന്ന് പ്രീതി ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, അവളുടെ വീട്ടിൽ വെച്ച് തന്നെ. ഈ കോലത്തിലോ എന്റെ ഈശ്വര? എന്നിട്ടെന്ന് ചോദിക്കുകയാണ് പ്രീതി. നിവർന്നൊക്കെ നിന്നിട്ട് വിഷ്ണു ചോദിക്കുകയാണ്, എനിക്കെന്താടി ഒരു കുഴപ്പം? ഒരു കുഴപ്പവുമില്ല. ഞങ്ങൾ കണ്ടപ്പോഴേ അവൾ അവളുടെ മനസ്സിലെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു, ഓപ്പണായിട്ട്, ഒന്നും മനസ്സിൽ ഒളിപ്പിച്ചു വയ്ക്കാതെ. അത് കേട്ടപ്പോഴാണ് എനിക്ക് തൃപ്തിയായത്, മനസ്സ് നിറഞ്ഞത്. കണ്ണു നിറഞ്ഞ് വിഷ്ണു ശാലിനി പറഞ്ഞ കാര്യങ്ങൾ പ്രീതിയോട് പറയുകയാണ്. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.